ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു നിമിഷം കണ്ണുകളടച്ച് നമ്മെ തന്നെ പൂർണ്ണമായും നല്ല ഈശോയുടെ മുൻപാകെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ വചന ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിക്കാം. ഞങ്ങളുടെ രക്ഷകനായ ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ വചന വിചിന്തനത്തിലൂടെ ഞങ്ങളുടെ തന്നെ ജീവിതങ്ങളെ ഞങ്ങളൊന്ന് പുനഃപരിശോധിക്കുമ്പോൾ ഈശോയെ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ പ്രകാശം ചൊരിഞ്ഞ് ഞങ്ങളെ ഓരോരുത്തരെയും നവീകരിക്കണമേ. ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിത സായാഹ്നത്തെക്കുറിച്ച്, വാർദ്ധക്യത്തെക്കുറിച്ച് ഞങ്ങളിപ്പോൾ വിചിന്തനം ചെയ്യുമ്പോൾ ഈശോയെ നല്ല ചിന്തകളാൽ ഞങ്ങളുടെ മനസ്സുകളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തെ വെറുക്കാതെ, വാർദ്ധക്യത്തെ അവഗണിക്കാതെ ഞങ്ങളുടെ ജീവിത സായാഹ്നത്തിൽ ദൈവവുമായിട്ട് ഒരു സ്നേഹബന്ധത്തിലായിരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഈ വചനം കേൾക്കുന്ന ഈ വേളയിൽ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കുകയും ചെയ്യണമേ. നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ജോബിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 1, 20, 21 തിരുവചനങ്ങൾ. ജോബ് എഴുന്നേറ്റ് അങ്കി വലിച്ചു കീറി ശിരസ് മുണ്ഡനം ചെയ്തു. സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് അവൻ പറഞ്ഞു, അമ്മയുടെ ഉദരത്തിൽ നിന്ന് നഗ്നനായി ഞാൻ വന്നു, നഗ്നനായി തന്നെ ഞാൻ പിൻവാങ്ങും. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഈശോയിലേറെ സ്നേഹമുള്ളവരെ, ഈ വചനം ശ്രവിക്കുന്ന നമ്മിൽ പലരും പല പ്രായത്തിലുള്ളവരായിരിക്കാം. കൊച്ചുകുട്ടികൾ ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടായിരിക്കാം. യുവജനങ്ങൾ ഈ വചനം ശ്രവിക്കുന്നുണ്ടായിരിക്കാം. മധ്യവയസ്കരായിട്ടുള്ള സഹോദരീ സഹോദരന്മാരും ഒരുപക്ഷെ ഈ വചനം ശ്രവിക്കുന്നുണ്ടായിരിക്കാം. ഇനി പ്രായാധിക്യം മൂലം രോഗത്തിലൂടെയും വേദനകളിലൂടെയും ഒക്കെ കടന്നു പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ ഒരുപക്ഷെ ഈ വചനം ശ്രവിക്കുന്നുണ്ടായിരിക്കാം. നമ്മുടെ പ്രിയപ്പെട്ട അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ തങ്ങളുടെ വാർദ്ധക്യത്തിൻ്റെ വേദനയും നൊമ്പരവും ഒക്കെ പേറിക്കൊണ്ടായിരിക്കും ഒരുപക്ഷെ ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. മറ്റുള്ളവരായിക്കൊള്ളട്ടെ, ഭാവിയെക്കുറിച്ചുള്ള ഒരുതരം ആശങ്കയും അവരുടെ മനസ്സിലുണ്ടായേക്കാം. എനിക്ക് പ്രായമാകുമ്പോൾ എന്നെ നോക്കാൻ ആരും കാണത്തില്ല. ഒത്തിരിയധികം രോഗാവസ്ഥയിലൂടെ ഞാൻ ഒരുപക്ഷെ കടന്നു പോയേക്കാം. ഏകാന്തതയിലൂടെ ഞാൻ കടന്നു പോയേക്കാം. എൻ്റെ മക്കളാലും എൻ്റെ പ്രിയപ്പെട്ടവരാലും ഞാൻ തിരസ്കരിക്കപ്പെട്ടേക്കാം എന്നിങ്ങനെ പല വിധത്തിലുള്ള ചിന്തകൾ, ആകുലതകൾ നമ്മുടെ ഭാവിയെക്കുറിച്ച്, പ്രത്യേകിച്ച് വാർദ്ധക്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരാനിടയുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ എല്ലാ പ്രായക്കാർക്കും, പ്രായമായവരായിക്കൊള്ളട്ടെ, കൊച്ചുകുട്ടികളായിക്കൊള്ളട്ടെ, മധ്യവയസ്കരായിക്കൊള്ളട്ടെ, വാർദ്ധക്യത്തെക്കുറിച്ച് പലപ്പോഴും നമുക്ക് അത്ര പോസിറ്റീവായിട്ടുള്ള ചിന്തകളല്ല ഉള്ളത്. നമ്മുടെ പച്ച മലയാളത്തിൽ പറയുന്നത് പോലെ വാർദ്ധക്യം എന്ന് പറയുന്നത് കുഴിയിലേക്ക് കാലും നീട്ടിയിരിക്കലാണെന്നാണ് പലരുടെയും ഒക്കെ വിചാരം. ഇനി ചിലരുടെയൊക്കെ വിചാരം ഇതൊരു മടക്കയാത്രയാണ്, ഞാൻ മരണത്തിലേക്ക് മടങ്ങുകയാണെന്ന് പറഞ്ഞിട്ട് വളരെ വിഷാദഭാവത്തിൽ വാർദ്ധക്യത്തെക്കുറിച്ച് ചിന്തിച്ചു കൂട്ടുന്നവരെക്കുറിച്ച് എനിക്കറിയാം. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ തൻ്റെ മരണത്തിന് മുൻപ് പറഞ്ഞത് ഇപ്രകാരമാണ്: ഞാൻ ഒരുങ്ങുന്നത് ഒരു അന്ത്യയാത്രയ്ക്കല്ല, ഒരു കൂടിക്കാഴ്ചയ്ക്കാണെന്ന്. എത്ര മനോഹരമായൊരു ചിന്തയാണിത്. തൻ്റെ വാർദ്ധക്യത്തിലായിരിക്കുമ്പോൾ യേശുവിനെ മുഖാഭിമുഖം കാണുവാനായിട്ട് മാർപ്പാപ്പയ്ക്ക് കഴിയുന്നുണ്ട്. ഞാൻ ഒരുങ്ങുന്നത് ഒരു അന്ത്യയാത്രയ്ക്കല്ല എന്ന ഒരു വ്യക്തമായ കാഴ്ചപ്പാട് മാർപ്പാപ്പായ്ക്ക് ഉണ്ടായിരുന്നത് പോലെ നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ വാർദ്ധക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈ ഒരു ചിന്തയുണ്ടായിരിക്കണം. ഞാൻ ഒരുങ്ങുന്നത് ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ്, ക്രിസ്തുവുമായിട്ടുള്ള ഒരു പുത്തൻ ജീവിതത്തിലേക്കാണ് ഞാൻ മടങ്ങുന്നത് എന്ന ഒരു വ്യക്തമായ ചിന്ത, കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ വാർദ്ധക്യം എന്ന് പറയുന്നത് മരണത്തിലേക്കുള്ളൊരു യാത്രയല്ല കേട്ടോ, മറിച്ച്
നമ്മുടെ ബാല്യത്തിലേക്കുള്ള ഒരു മടക്കയാത്രയാണ്. പക്ഷേ പലപ്പോഴും ഇത് നമ്മളെക്കൊണ്ട് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയില്ല. എപ്രകാരമാണ് വാർദ്ധക്യം നമ്മുടെ ബാല്യത്തിലേക്കുള്ള മടക്കയാത്രയായിട്ട് മാറുന്നത്? ഒത്തിരിയധികം വേദനകളും നൊമ്പരങ്ങളും ഒറ്റപ്പിടിയിലുമൊക്കെ ആയിട്ടിരിക്കുമ്പോൾ എപ്രകാരമാണ് വാർദ്ധക്യവും ബാല്യവും തമ്മിൽ നമുക്ക് താരതമ്യം പോലും ചെയ്യാനായിട്ട് സാധിക്കുന്നത്, അല്ലേ? വാർദ്ധക്യം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അസ്തമയം പോലെയാണ്. അവിടെ പ്രകാശമില്ല, അന്ധകാരമാണ്. എന്നാൽ ബാല്യമായിക്കൊള്ളട്ടെ, അവിടെ സൂര്യനിങ്ങനെ ഉദിച്ചു വരുന്നതേ ഉള്ളൂ, പ്രകാശരശ്മികൾ പുതിയതായിട്ട് ഉദിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ ബാല്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് എപ്പോഴും നല്ല നല്ല ചിത്രങ്ങളാണ്, നല്ല ഇംപ്രഷനാണ് നമ്മുടെ മനസ്സിലുള്ളത്. പക്ഷേ വാർദ്ധക്യത്തെക്കുറിച്ചാകുമ്പോഴോ നമ്മുടെ മനസ്സ് മ്ലാനമാവുകയും ചെയ്യും. ഇനി ചിലരുടെയൊക്കെ ചിന്ത വാർദ്ധക്യം എന്ന് പറയുന്നത് ഒരു വിളർച്ചയുടെ കാലഘട്ടമാണെന്നാണ്. എന്നാൽ ബാല്യമാകട്ടെ ഒരു വളർച്ചയുടെ കാലഘട്ടമാണ്. പക്ഷെ പ്രിയമുള്ളവരെ, വാർദ്ധക്യം ബാല്യത്തിലേക്കുള്ള ഒരു മടക്കയാത്ര തന്നെയായിരിക്കണം. കാരണം ഈശോ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്. ഈശോ പറയുന്നു, ശിശുക്കളെ എൻ്റെ അടുത്ത് വരുവാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്, എന്തെന്നാൽ സ്വർഗരാജ്യം അവരെ പോലെ ഉള്ളവരുടേതാണ്. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, സ്വർഗരാജ്യത്തിലേക്ക് ഒരു മടക്കയാത്ര നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ബാല്യത്തിൻ്റെ എല്ലാ കൃപകളിലേക്കും നമ്മൾ തിരിച്ചു വരണമെന്നാണ് വചനം നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്. മാത്രമല്ല, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 13-ഉം 14-ഉം തിരുവചനങ്ങൾ നമ്മൾ വായിക്കുന്നത് ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാനാണ്. അതെ, സ്വർഗത്തിലേക്ക് നമ്മൾ എവിടെ നിന്നും നമ്മുടെ യാത്ര ആരംഭിച്ചോ അവിടേക്ക് തിരികെ മടങ്ങണമെങ്കിൽ നമുക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ളത് നമ്മുടെ സ്വത്തും സമ്പാദ്യവുമൊക്കെ ഇവിടെ ഉപേക്ഷിച്ച് എങ്ങനെ നമ്മൾ വന്നുവോ, ഒരു ബാലനായിട്ട്, ഒരു ശിശുവായിട്ട്, ഒരു പിഞ്ച് കുഞ്ഞിൻ്റെ പവിത്രതയോടുകൂടി തിരികെ മടങ്ങുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത്, ബീയിങ് ഓൾഡ് ഈസ് ആസ് ഇമ്പോർട്ടൻറ്റ് ആസ് ബീയിങ് യങ് എന്ന്. അതായത് യൗവനം പോലെ തന്നെ പ്രസക്തിയും പ്രാധാന്യവും അർഹിക്കുന്നതാണ് നമ്മുടെ വാർദ്ധക്യം. നമ്മളിപ്പോൾ വിചിന്തനം ചെയ്യുന്നത് ഏതൊക്കെ തലത്തിലാണ്, ഏതൊക്കെ മേഖലയിലാണ് നമ്മുടെ വാർദ്ധക്യ കാലഘട്ടത്ത് നമ്മൾ ഒരു ശിശുവിനെ പോലെ ആയി മാറുന്നത് എന്നതിനെക്കുറിച്ചാണ്. ഏറ്റവും ആദ്യമായിട്ട് നമുക്കറിയാം, നമ്മുടെ ശാരീരികമായിട്ടുള്ള മേഖലകളിൽ ഒരു പിഞ്ച് കുഞ്ഞിനെ പോലെ തന്നെ നമുക്കും വാർദ്ധക്യ കാലഘട്ടത്തിൽ നമുക്ക് ശരീരത്തിൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും വേദനകളും ഒക്കെ നമ്മൾ അനുഭവിച്ചറിയാറുണ്ട്, അല്ലേ? രോഗാവസ്ഥകളുണ്ട്, നമുക്കിഷ്ടമുള്ള ഭക്ഷണം കിട്ടണമെന്ന് വലിയ ആഗ്രഹമൊക്കെ ഉണ്ട്, തളർച്ച അനുഭവപ്പെടാറുണ്ട്. അങ്ങനെ പല രീതിയിൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയാണ് നമ്മുടെ വാർദ്ധക്യത്തിൽ നമ്മുടെ ശരീരവും പെരുമാറുന്നത്. രണ്ടാമത്തെ തലം എന്ന് പറയുന്നത് മാനസികമായിട്ടുള്ള തലമാണ്. ശിശുക്കൾക്ക് ഉള്ളതുപോലെ തന്നെ കുറച്ചൊക്കെ ഓർമ്മക്കുറവ് വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കുമുണ്ടാകാറുണ്ട്, പിരിമുറുക്കമുണ്ടാകാറുണ്ട്. ചിലപ്പോഴെങ്കിലും അനാവശ്യമായിട്ട് ചിന്തിച്ചു കൂട്ടാറുണ്ട്. ഭൂതകാലത്തെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച് കൊച്ചുകുട്ടികൾ ഒത്തിരി ചിന്തിക്കുന്നത് പോലെ, കൊച്ചുകുട്ടികൾക്ക് ഓർമ്മക്കുറവുള്ളതുപോലെ നമ്മളും നമ്മുടെ വാർദ്ധക്യത്തിൽ മാനസികമായിട്ടെങ്കിലും ഒരു ശിശുവിനെ പോലെ ആയി മാറാറുണ്ട്. ഇനി മൂന്നാമത്തെ തലത്തിൽ വൈകാരികമായിട്ടുള്ള ഒരു മാറ്റം. കുഞ്ഞുമക്കൾ, ശിശുക്കൾ എപ്രകാരം സ്നേഹം കാംക്ഷിക്കുന്നുവോ, കൊച്ചു കുഞ്ഞുങ്ങൾ എപ്രകാരം മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു വയ്ക്കുവാനായിട്ട് പരിശ്രമിക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ വാർദ്ധക്യത്തിലും നമ്മൾ എന്ത് ചെയ്യും? എന്നെ സ്നേഹിക്കുവാനായിട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ചിന്തിച്ചു പോകും, അല്ലേ? മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു വയ്ക്കുവാനായിട്ട് നമ്മൾ പലപ്പോഴും പരിശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ ഈ മൂന്ന് മേഖലയിൽ, ശാരീരികവും മാനസികവും വൈകാരികവുമായ തലത്തിൽ നമ്മൾ ഒരു ശിശുവിനെ പോലെ ആയിത്തീരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വേണ്ടതാണ് ആത്മീയമായ തലത്തിലും ഒരു മടക്കയാത്ര. അതെ, അതാണ് പലപ്പോഴും നമുക്ക് സാധിക്കാതെ വരുന്നത്. ഒരു ശിശുവിനെ പോലെ നിഷ്കളങ്കമായി പ്രാർത്ഥിക്കുവാൻ നമ്മുടെ വാർദ്ധക്യത്തിൽ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഒരു ശിശുവിനെ പോലെ എല്ലാം മറന്ന് എൻ്റെ ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മുടെ വാർദ്ധക്യത്തിൽ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളിവിടെ ചിന്തിക്കേണ്ടത്. അപ്പോൾ ശാരീരികമായും മാനസികമായും ഒരു ശിശുവിനെ പോലെ ആയാൽ മാത്രം പോരാ, ആധ്യാത്മിക തലത്തിലും ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ആയി മാറുകയാണ് നമ്മുടെ വാർദ്ധക്യകാലത്ത്, നമ്മുടെ ജീവിത സായാഹ്നത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളത്. എന്നാൽ ഈ ബാല്യത്തിലേക്കുള്ള മടക്കയാത്ര എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല കേട്ടോ.
അതല്പം നൊമ്പരവും വേദനയും ഒക്കെ ഉളവാക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ബാല്യത്തിലേക്കുള്ള മടക്കയാത്ര. നമ്മൾ അല്പസമയം വിചിന്തനം ചെയ്യുന്നത് നമ്മുടെ വാർദ്ധക്യത്തിൽ, നമ്മുടെ ജീവിത സായാഹ്നത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ചില നൊമ്പരങ്ങളെക്കുറിച്ചാണ്. വേദനകൾ, ആരോടും പങ്കുവയ്ക്കാൻ സാധിക്കാത്തത്, നമ്മുടെ ഹൃദയത്തിൻ്റെ ഏതോ കോണിൽ നമ്മൾ ഒതുക്കി നിർത്തുന്നതുമായ ചില നൊമ്പരങ്ങൾ. ഏറ്റവും ആദ്യത്തെ ചിന്ത എന്ന് പറയുന്നത്, നമ്മുടെ വാർദ്ധക്യത്തിൽ നമുക്കെല്ലാം തോന്നുന്നതാണ്, ആൾക്കൂട്ടത്തിൽ തനിയെയാണ് ഞാൻ. ചുറ്റും ഒത്തിരിയധികം ആളുകളുണ്ട്, ഒത്തിരിയധികം മനുഷ്യജീവികളുണ്ട്, പക്ഷേ എന്നെ ശ്രവിക്കുവാനോ എന്നോട് സംസാരിക്കുവാനോ ആരുമില്ല. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ ക്രിസ്മസിന് ഞാനൊരു ഭവനത്തിലേക്ക് കടന്നു ചെന്നു. അവിടെ പ്രായമുള്ള ഒരു വല്യമ്മച്ചിയുണ്ട്. ആ വല്യമ്മച്ചിക്ക് ചുറ്റും നിരവധി ആളുകളുണ്ട്. അമ്മച്ചിയുടെ മക്കളുണ്ട്, അവരുടെ കൊച്ചുമക്കളുടെ നിരവധി ആളുകളുണ്ട്. ക്രിസ്മസ് ആഘോഷം തകൃതിയായിട്ട് നടക്കുകയാണ്. പക്ഷേ ഈ പാവം അമ്മച്ചിയോട് ഒന്ന് സംസാരിക്കുവാനോ ഒന്ന് കുശലം പറയുവാനോ ആരുമില്ലാത്ത അവസ്ഥ. അതിനെയാണ് ഞാൻ പറയുന്നത്, ആൾക്കൂട്ടത്തിൽ തനിയെ എന്നതുപോലെ. അപ്പോൾ ഞാൻ ഈ ഭവനത്തിലേക്ക് കടന്നു ചെന്നിട്ട് ഈ അമ്മയുടെ അടുത്ത് പോയിരുന്നു, അല്പസമയം സംസാരിച്ചു. എന്നിട്ട് അമ്മയുടെ ജീവിത വ്യഥകളൊക്കെ കണ്ടിട്ട് ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, പ്രിയപ്പെട്ട അമ്മച്ചി, വിഷമിക്കേണ്ട, ഞങ്ങൾ അച്ഛന്മാരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഞങ്ങൾ പള്ളിയിൽ നിന്ന് പ്രസംഗിക്കുമ്പോഴും ഒരു കവലയിൽ നിന്നൊക്കെ പ്രസംഗിക്കുമ്പോഴൊക്കെ ഞങ്ങളെ ശ്രവിക്കുവാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട്. പക്ഷേ ഞങ്ങളുടെ ജീവിതം എന്ന് പറയുന്നതും ഈ വാർദ്ധക്യത്തിലെ ആൾക്കൂട്ടത്തിൽ തനിയെ എന്നതുപോലെയുള്ള ജീവിതം തന്നെയാണ്. ഞങ്ങളെ ശരിക്കും ശ്രവിക്കുവാനോ ഞങ്ങളുടെ ദുഃഖങ്ങൾ കേൾക്കുവാനോ ഞങ്ങളുടെ സന്തോഷങ്ങളൊന്ന് കേട്ട് ആസ്വദിക്കുവാനോ ഈ ഭൂമിയിൽ ഞങ്ങളുടെ അപ്പനും അമ്മയും അല്ലാതെ മറ്റാരുമില്ല എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ അമ്മച്ചിയുമായിട്ട് പങ്കുവയ്ക്കുകയുണ്ടായി. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഏറെ സ്നേഹമുള്ള പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, നമ്മൾ ആൾക്കൂട്ടത്തിൽ തനിയെയാണ് എന്ന് പറഞ്ഞ് എപ്പോഴും വിഷമിച്ചിരിക്കേണ്ട. എന്നെ ശ്രവിക്കുവാൻ ആരുമില്ല, എനിക്ക് ഒത്തിരിയധികം സംസാരിക്കണമെന്നുണ്ട്, എൻ്റെ ജീവിത അനുഭവങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ ആയിട്ടൊന്ന് പങ്കുവയ്ക്കണമെന്നുണ്ട്, പക്ഷേ എന്നെ കേൾക്കുവാൻ ആരുമില്ല എന്ന് ആരും വിഷമിക്കരുത്. കാരണം ഞങ്ങൾ വൈദികരുടെയും ജീവിതം അങ്ങനെയൊക്കെ തന്നെയാണ്. മാത്രമല്ല, ഈ ഭൂമിയിൽ നിരവധി ആളുകൾ ഇത്തരത്തിലുള്ള ഏകാന്തത അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വാർദ്ധക്യത്തിൽ എന്നെ ശ്രവിക്കുവാൻ ആരുമില്ല എന്ന് പറഞ്ഞ് പരാതിപ്പെടാതെ, അതിനു പകരം ഇങ്ങനെ ഏകാന്തത അനുഭവിക്കുന്ന മറ്റുള്ള വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഇനി രണ്ടാമതായിട്ട്, നമ്മുടെ വാർദ്ധക്യത്തിൽ നമുക്കൊക്കെയുള്ള ഒരു വലിയ പരാതിയുണ്ട്. എന്താണെന്നറിയ പരാതി? എൻ്റെ കഠിനാധ്വാനത്തിന് ആരും ഇന്ന് വില കൽപ്പിക്കുന്നില്ല. പ്രത്യേകിച്ച് മക്കൾ കേട്ടോ. പ്രിയപ്പെട്ട അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കൊക്കെ വലിയ പരാതിയാണ് ചിലപ്പോൾ മക്കളെ ചൊല്ലിയിട്ട്. ഞാൻ ഒത്തിരിയധികം കഷ്ടപ്പെട്ടു, എൻ്റെ മക്കൾക്ക് വേണ്ടി എല്ലു നുറുങ്ങി ഞാൻ പണിയെടുത്തു, പക്ഷേ അവർക്കിപ്പോൾ എന്നെ വേണ്ട. അവർക്ക് ആകെ ആവശ്യമുള്ളത് എൻ്റെ പണവും സ്വത്തും മാത്രമാണ്. അതില്ലെങ്കിൽ എന്നെ അവർക്ക് തീർത്തും വേണ്ട. കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു ഇടവകയിൽ ധ്യാനിപ്പിക്കുവാൻ കടന്നു വന്നു. ധ്യാനത്തിൻ്റെ 3-ാമത്തെ ദിവസം ഒരു അപ്പച്ചൻ കൗൺസിലിങ്ങിന് വേണ്ടി കടന്നു വന്നു. 86 വയസ്സുണ്ട്. അപ്പച്ചനോട് പറഞ്ഞൊരു കാര്യമാണ്, അച്ഛാ, ഈ ധ്യാനത്തിന് ഇന്ന് 3 മണി വരെ ഞാൻ പറമ്പിൽ പണിയെടുക്കുകയായിരുന്നു. ഇന്നും ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുകയാണ് ചെയ്ത്. നോക്കുക, അത്രയും പ്രായമുള്ള ഒരു അപ്പച്ചൻ ഇന്നും മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുന്നു. പക്ഷെ അദ്ദേഹം പറയുകയാണ്, എന്നെ ഒന്ന് ഇടവക ദേവാലയത്തിൽ കൊണ്ടുവന്ന് വിടുവാനായിട്ട് എൻ്റെ മക്കൾക്കോ എൻ്റെ കൊച്ചുമക്കൾക്കോ യാതൊരു താല്പര്യവുമില്ല എന്ന് കേട്ടിട്ട് എനിക്ക് ഒത്തിരിയധികം ദുഃഖം തോന്നിപ്പോയി. ഇന്ന് പലപ്പോഴും നമ്മൾ നമ്മുടെ മാതാപിതാക്കളുടെ, വല്യപ്പച്ചന്മാരുടെ, അമ്മച്ചിമാരുടെയൊക്കെ കഠിനാധ്വാനത്തിന് പ്രസക്തി നൽകാറില്ല. അവരുടെ വേദനകൾ നമ്മൾ ഒരിക്കലും പരിഗണിക്കാറുമില്ല. ഇടുക്കിയിലും വയനാട്ടിലും കണ്ണൂരും കാസർഗോഡുമൊക്കെ പണ്ട് കാലത്ത് കടന്നു ചെന്ന് കൃഷി ചെയ്ത് മണ്ണിനോടും കാലാവസ്ഥയോടുമൊക്കെ മല്ലടിച്ച് ജീവിച്ച ഒത്തിരിയധികം നമ്മുടെ മാതാപിതാക്കളുണ്ട്. അവരുടെ മക്കളൊക്കെ ഇന്ന് നല്ല നിലയിലാണ്. പക്ഷേ ഇന്ന് ആ മാതാപിതാക്കളെ അവരുടെ മക്കൾക്കൊന്നും വേണ്ട. അവരോട് പുച്ഛമാണ്, അവരോട് വലിയ താല്പര്യമൊന്നുമില്ല. അത്തരം മാതാപിതാക്കൾ, അങ്ങനെ കഠിനാധ്വാനികളായ മാതാപിതാക്കൾ ഇന്ന് വെറുതെ ഒരു വീടിൻ്റെ ഒരു കോണിൽ അങ്ങനെ ഇരിക്കുകയാണ്. മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒന്നും വേണ്ടാത്ത അവസ്ഥയിൽ എത്രയോ വേദനാജനകമായൊരു കാഴ്ചയാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഇത്തരത്തിലുള്ള ഏകാന്തത നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ എന്നെ ആർക്കും വേണ്ടാത്തൊരവസ്ഥയാണ് ഇപ്പോൾ വീട്ടിൽ നിലനിൽക്കുന്നെങ്കിൽ, ഒരു കാര്യം മാത്രം ചെയ്യുക, ആരിൽ നിന്നും കടപ്പാട് പ്രതീക്ഷിക്കാതിരിക്കുക. ഞാൻ ചെയ്ത കഠിനാധ്വാനത്തിന്, എൻ്റെ കഷ്ടപ്പാടിന് എൻ്റെ മക്കൾ എപ്പോഴും എന്നെ സ്തുതിക്കും, എന്നെ ആരാധിക്കും എന്നൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട. ഈശോ നിന്നിൽ നിന്നും ആഗ്രഹിച്ചത് ചില കാര്യങ്ങളാണ്.
ഈശോ നിന്നിൽ നിക്ഷേപിച്ച ചില ദൗത്യങ്ങളുണ്ടായിരുന്നു. അത് നീ നല്ല രീതിയിൽ പൂർത്തിയാക്കി ഇന്ന് അതിൻ്റെ ഫലം മക്കൾ അനുഭവിക്കുന്നെന്ന് മാത്രം നമുക്ക് ചിന്തിച്ചാൽ മതി. ജോബ്, പഴയ നിയമത്തിലെ ജോബ് ഇതിന് നല്ലൊരു ഉദാഹരണമാണ്. ജോബിൻ്റെ പുസ്തകം 1:22 ജോബ് പറയുന്നുണ്ട്, കർത്താവ് തന്നു, കർത്താവ് എടുത്തു, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന്. നോക്കിക്കേ, നമ്മളിന്ന് മാതാപിതാക്കൾ പലപ്പോഴും നമ്മുടെ മക്കളെക്കുറിച്ച് പരാതി പറയാറുണ്ട്. ഞാൻ കഷ്ടപ്പെട്ടു, എന്നെ മക്കൾ എടുത്തു, അല്ലെങ്കിൽ മക്കൾ നശിപ്പിച്ചു, മക്കൾ എൻ്റെ കഷ്ടപ്പാടിനെയൊക്കെ എല്ലാം കളഞ്ഞെറിഞ്ഞു. അല്ലല്ല, നിൻ്റെ മക്കളെ നിനക്ക് തന്നത് ആരാണ്? കർത്താവല്ലേ. നിൻ്റെ സമ്പത്ത് നിനക്ക് തന്നത് ആരാണ്? നിൻ്റെ കർത്താവല്ലേ. നിൻ്റെ ആരോഗ്യം തന്നത് ആരാണ്? നിൻ്റെ സ്വത്തുക്കളൊക്കെ തന്നത് ആരാണ്? എല്ലാം തന്നത് കർത്താവല്ലേ. അപ്പോൾ ആ ബോധ്യം നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ ജോബിനെ പോലെ നമ്മുടെ വാർദ്ധക്യത്തിൽ നമുക്കും പറയാനായിട്ട് സാധിക്കണം, കർത്താവ് തന്നു, കർത്താവ് എടുത്തു. മക്കളല്ല എടുത്തത് കേട്ടോ. നമ്മളെപ്പോഴും അങ്ങനെ പറയാറുണ്ട്, മക്കൾ കൊണ്ടുപോയി അവർ നശിപ്പിച്ചു, എല്ലാം അച്ഛാ എൻ്റെ കഷ്ടപ്പാടൊക്കെ വെറുതെയായി, എല്ലാം അവർ നശിപ്പിച്ചു. അല്ല, കർത്താവ് തന്നു, കർത്താവ് എടുത്തു. അപ്പോൾ ഞാൻ ആരിൽ നിന്നും കടപ്പാട് പ്രതീക്ഷിക്കാതിരിക്കുക, അതോടൊപ്പം തന്നെ എൻ്റെ കഠിനാധ്വാനത്തിൻ്റെ കണക്ക് ഞാൻ ഇങ്ങനെ രാപകലും നിരത്തിക്കൊണ്ടിരിക്കാതിരിക്കുക. ചിലപ്പോഴൊക്കെ വിഷമം തോന്നും. ചില വീട്ടിൽ വഴക്കുണ്ടാകുമ്പോൾ അമ്മമാർ പറയാറുണ്ട്, ഞാൻ നിന്നെ നൊന്ത് പ്രസവിച്ചതല്ലേ എന്ന്. ശരിയാണ്, അതൊക്കെ സത്യം തന്നെ. പക്ഷേ അതിൻ്റെ പോലും കണക്ക് പറയുന്ന ചില അമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒത്തിരി വേദന തോന്നാറുണ്ട്. എന്തിനും എല്ലാത്തിനും നമ്മൾ കണക്ക് പറയുമ്പോൾ കുടുംബജീവിതത്തിൽ, വലിയ കുടുംബമാകാം, ഒരുപക്ഷെ ചെറിയ കുടുംബമാകാം, പക്ഷേ അവിടെ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ വാർദ്ധക്യത്തിൽ നമുക്ക് ആവശ്യമായത് ദൈവത്തിന് നന്ദിയോടുകൂടി ആയിരിക്കുക എന്നൊരു മനോഭാവം മാത്രമാണ്. അതിന് പകരം എപ്പോഴും വഴക്കടിച്ച്, എപ്പോഴും കണക്ക് പറഞ്ഞ്, എപ്പോഴും കടപ്പാടും നന്ദിയുമൊക്കെ പ്രതീക്ഷിച്ചിരുന്നാൽ നമ്മുടെ മനസ്സിനും അസ്വസ്ഥതയുണ്ടാകും, കുടുംബത്തിലുള്ള എല്ലാവർക്കും അത്തരത്തിലുള്ള അസ്വസ്ഥതകളുണ്ടാകും. ഇനി മൂന്നാമതായിട്ട്, നമ്മൾ വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള ഒരു വലിയ പ്രശ്നമാണ് പുതിയ തലമുറയിലെ മക്കളെ ഓർത്തുള്ള ആകുലത. ചെറുപ്പക്കാരെക്കുറിച്ചുള്ള വലിയ ടെൻഷൻ. ഞങ്ങളൊക്കെയാണ് നല്ല ക്രിസ്ത്യാനികൾ, ഞങ്ങളൊക്കെയാണ് കഠിനാധ്വാനം ചെയ്തത്, ഈ കൊച്ചുങ്ങളൊക്കെ എന്താണ്, ഏത് തരം ജീവിതമാണ്, അവർ കള്ളുകുടിയാണ്, അവർ മദ്യമാണ്, മയക്കുമരുന്നാണ്. ചില അപ്പച്ചന്മാരും അമ്മച്ചവരും പറയാറുണ്ട്, കൊച്ചെപ്പോഴും മൊബൈൽ ഫോണാണ്. ശരിയാണ്, നമ്മുടെ യുവതലമുറ ഒത്തിരി വഴിതെറ്റി പോകുന്നുണ്ട്. അവർക്ക് വേണ്ടി മധ്യസ്ഥം യാചിക്കുക, അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മളെക്കൊണ്ട് ഏറ്റവും അനിവാര്യമായിട്ടുള്ളത്. അതിന് പകരം എപ്പോഴും വിമർശനാത്മകമായ കണ്ണുകളോടെ അവരെ നോക്കിക്കണ്ടാൽ, എപ്പോഴും അവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരിക്കലും നമ്മുടെ ഭവനത്തിൽ ആ ഒരു ഊഷ്മളതയും സ്നേഹവും നിലനിൽക്കുകയില്ല. അപ്പോൾ ചിന്തിക്കേണ്ടുന്നൊരു കാര്യം, പഴയ തലമുറയും, അതായത് ഇന്നത്തെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഇന്നത്തെ ന്യൂ ജനറേഷൻ കുട്ടികളും തമ്മിൽ വലിയ അന്തരമുണ്ട് പല മേഖലകളിൽ. ഉദാഹരണത്തിന് ഭക്ഷണക്രമത്തിൽ. നമ്മൾ പണ്ടുള്ളായിരുന്നവർ കഴിക്കുന്ന ഭക്ഷണങ്ങളല്ല ഇന്നത്തെ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് താല്പര്യം. നമ്മുടെ ആശയവിനിമയത്തിൽ പണ്ടുള്ളവർ സംസാരിച്ചിരുന്ന രീതിയിലോ അവർ ആശയം വിനിമയം ചെയ്തിരുന്ന രീതിയിലോ അല്ല ഇന്നുള്ള മക്കൾ ആശയവിനിമയം നടത്തുന്നത്. ഇങ്ങേയറ്റം പ്രാർത്ഥനയിൽ പോലും നമ്മൾ പ്രാർത്ഥിച്ചിരുന്ന രീതിയിലല്ല ഇന്നുള്ള മക്കൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ പഴയ തലമുറയും ഇന്നത്തെ ന്യൂ ജനറേഷൻ തമ്മിൽ രാപകൽ വ്യത്യാസമുള്ളപ്പോൾ ചേർന്ന് പോകണമെങ്കിൽ, പരസ്പരം ഐക്യത്തിൽ പോകണമെങ്കിൽ, ഒരു ഇണക്കത്തിലും സന്തോഷത്തിൽ പോകണമെങ്കിൽ ഇന്നത്തെ മക്കൾക്ക് വേണ്ടി നമ്മൾ മധ്യസ്ഥം യാചിക്കുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെയും സ്വർഗത്തിലെ സകല മാലാഖമാരുടെയും മധ്യസ്ഥത്തിന് മുൻപാകെ നമ്മുടെ കുഞ്ഞുമക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള സമാധാനം നമ്മുടെ വാർദ്ധക്യത്തിൽ നമ്മൾ അനുഭവിച്ചറിയുന്നത്. വാർദ്ധക്യത്തിൽ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന മറ്റൊരു വേദന എന്താണെന്നറിയാമോ? ചുറ്റുമുള്ളവർ മരിച്ചു വീഴുന്നത്. ഇത് വാക്കുകളിൽ വർണ്ണിക്കാനാകാത്ത ഒരു വലിയ വേദനയാണ്. ഏതാനും നാളുകൾക്ക് മുൻപ് ഞാൻ വായിച്ച ഒരു ചെറിയ ഗ്രന്ഥത്തിലെ ഒരു കഥയാണ്. 100 വയസ്സ് പ്രായമായ ഒരു അപ്പച്ചനോട് 100ാമത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് അയൽവാസികൾ ചോദിക്കുകയാണ്, വാർദ്ധക്യത്തിലെ ഏറ്റവും വലിയ നൊമ്പരം എന്തായിരുന്നു? അപ്പോൾ ആ അപ്പച്ചൻ പറയുകയാണ്, എൻ്റെ സഹപാഠികളും എന്നോടൊപ്പം കളിച്ചു വളർന്നവരും ഒന്നൊന്നായി കൊഴിഞ്ഞു വീഴുന്ന ആ രംഗം, മരിച്ചു വീഴുന്ന ആ രംഗം, അതായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ കാര്യം, പ്രത്യേകിച്ചും എൻ്റെ വാർദ്ധക്യത്തിൽ. പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ,
നമ്മുടെ വാർദ്ധക്യത്തിൽ ഇതൊരു വലിയ നൊമ്പരമാകാം. നമ്മുടെ സഹപാഠികൾ, നമ്മളോടൊപ്പം കൃഷി ചെയ്തവർ, നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, ഇനി അതുമല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ജീവിത പങ്കാളികൾ, ഒരുപക്ഷെ നമ്മുടെ മക്കൾ മരിച്ചു വീഴുമ്പോൾ, നമ്മുടെ കൺമുൻപിൽ അവരുടെയൊക്കെ മൃതസംസ്കാര ശുശ്രൂഷ നടക്കുമ്പോൾ അതൊരു വലിയ വേദന തന്നെയാണ് കേട്ടോ. പക്ഷെ അവിടെ വിഷാദത്തിലേക്ക് പോകേണ്ടതിന് പകരം നിത്യജീവനെക്കുറിച്ചുള്ളൊരു അവബോധം നമുക്കുണ്ടെങ്കിൽ പ്രത്യാശയോടുകൂടി ആയിരിക്കുവാൻ നമുക്ക് സാധിക്കും. സിസ്റ്റർ ലൂസിൽ റാൻഡൻ എന്ന ഫ്രഞ്ച് സന്യാസിനെക്കുറിച്ച് ഒരുപക്ഷെ നമ്മൾ എത്ര പേർ കേട്ടിട്ടുണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്ന് ജീവിച്ചിരിക്കുന്നവർ ലോകത്തിലെ ഏറ്റവും പ്രായമുള്ള മനുഷ്യ വ്യക്തിയാണ് സിസ്റ്റർ ലൂസിൽ റാൻഡൻ. ലോകത്തിലെ ഏറ്റവും പ്രായമുള്ള സഹോദരി, ഒരു സന്യാസിനിയാണ്. കോവിഡ് കാലം പോലും അതിജീവിച്ചു. കോവിഡ് വന്നു, അതിനെയും അതിജീവിച്ച് ഇന്ന് 118 വയസ്സുള്ള ഒരു സഹോദരിയാണ് അവർ. ആ സിസ്റ്ററിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, കോവിഡ് കാലത്ത് കോവിഡൊക്കെ വന്നപ്പോൾ പേടിയൊക്കെ തോന്നിയില്ലേ, മരിച്ചു പോകുന്ന പേടിച്ചു പോയോ? അപ്പോൾ വിറയലോടുകൂടി ആ സിസ്റ്റർ പറയുകയാണ്, ഐ വാസ് നോട്ട് സ്കേർഡ് ഓഫ് ഡെത്ത്. ഞാൻ മരണത്തെ ഒരിക്കലും ഭയപ്പെട്ടിരുന്നില്ല. കാരണം എന്താണ്? ക്രിസ്തുവിലുള്ള വലിയ പ്രത്യാശ ആ സിസ്റ്ററിനുണ്ടായിരുന്നു, ആ സഹോദരിക്കുണ്ടായിരുന്നു. വിശാൽ ഒത്തിരി സ്നേഹമുള്ളവരെ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വാർദ്ധക്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു കൃപയാണ് നിത്യജീവനെക്കുറിച്ചുള്ള അവബോധം എന്ന് പറയുന്നത്. നിത്യജീവൻ എന്ന് കേൾക്കുമ്പോൾ ചിലർക്ക് തെറ്റിദ്ധാരണയാണ്, നിത്യജീവൻ അത് മരണത്തെക്കുറിച്ചാണ് അച്ഛൻ പറഞ്ഞു വരുന്നത്. അല്ലല്ല, നിത്യജീവനിലേക്കുള്ള യാത്ര ആരംഭിച്ചത് മാമോദീസായിലൂടെയാണ്. അത് നമ്മൾ മറക്കരുത്. അതാണ് നിത്യജീവൻ്റെ ആരംഭം എന്ന് പറയുന്നത്. അപ്പോൾ നിത്യജീവനെക്കുറിച്ചുള്ള അവബോധം അത് നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ ബാല്യത്തിലേക്കുള്ള ആ മടക്കയാത്ര നമുക്ക് വളരെ എളുപ്പമായിട്ട് തീരും. അല്ലാത്ത പക്ഷം നമ്മളെപ്പോഴും പരാതിപ്പെട്ട് മറ്റുള്ളവരുമായിട്ട് ശണ്ട കൂടി എപ്പോഴും സങ്കടത്തിൽ എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും വിഷാദഭാവത്തിൽ മുൻപോട്ട് നീങ്ങുകയും ചെയ്യും. അതുകൊണ്ട് നല്ല ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെ വാർദ്ധക്യത്തിൽ നിത്യജീവനെക്കുറിച്ചുള്ള വലിയ അവബോധത്തിൽ നമുക്ക് വളരാം. അതിനുവേണ്ടി നിരന്തരം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നല്ല തമ്പുരാൻ നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.